ഇത് ഹൈക്കോടതിക്ക് മുന്നിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹർജി പരിഗണനയ്ക്കുണ്ട്. റംസാൻ വിഷു ചന്തകൾക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്ത് കൺസ്യൂമർ ഫെഡ് സമർപ്പിച്ച ഹർജിയാണത്. സംസ്ഥാനമാകെ 280 ചന്തകൾ ആരംഭിക്കാൻ നടപടികൾ തുടങ്ങിയതായും ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി തേടിയപ്പോൾ നിഷേധിച്ചു എന്നതുമാണ് ഈ ഹർജിയിൽ കൺസ്യൂമർ ഫെഡ് ചൂണ്ടിക്കാണിക്കുന്നത്. ചേതൻ സാജൻ കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ചേതൻ. കാവ്യ, ഗുഡ് മോർണിംഗ്. ഈ കൺസ്യൂമർ ഫെഡിന്റെ ഉത്സവകാല ചന്തകൾ അത് എത്രത്തോളം ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമാണ് എന്നുള്ളത് നമുക്കറിയാം. വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഉത്സവ വിപണിയെ കാത്തിരിക്കുന്ന നിരവധിയായ ജനവിഭാഗങ്ങളുണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെയൊക്കെയും ഭാഗമാണ്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകാതെ ഇരിക്കുന്നത്. അത്തരമൊരു ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. അതെ കീർത്തി, വളരെ നിരാശാജനകമായ ഒരു നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് റംസാൻ വിഷു കാലഘട്ടത്തിൽ നടത്താനിരിക്കുന്ന കൺസ്യൂമർ ഫെഡ് നടത്താനിരിക്കുന്ന ചന്തകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു, അനുമതി നിഷേധിച്ചിരിക്കുന്നു. ഈ നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായിട്ടും വാദം ഉയർത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഐറ്റം നമ്പർ 47ാമത്തെ ഐറ്റമായിട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതായത് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു വിധി ഏകദേശം വരുന്നതായിരിക്കും. നമുക്കറിയാം, ഈ ഉത്സവകാലവുമായി ബന്ധപ്പെട്ട് 250ഓളം ചന്തകളാണ് സംസ്ഥാന സർക്കാർ ഈ സവർണ വകുപ്പിൻ്റെ കീഴിൽ കൺസ്യൂമർ ഫെഡ് ആരംഭിക്കാൻ പോകുന്നത്. അതായത് ഈ കൺസ്യൂമർ ഫെഡിൻ്റെ ബൈലോ പ്രകാരം പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഉത്സവകാലങ്ങളിൽ, അതായത് ഫെസ്റ്റിവൽ സമയങ്ങളിൽ, റംസാൻ, വിഷു, ഈസ്റ്റർ, ഓണം പോലുള്ള സമയങ്ങളിൽ ഈ ചന്തകൾ തുടങ്ങി മാർക്കറ്റിൽ ഉണ്ടാവുന്ന വില ഉയരുന്നത് അത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചന്തകൾ ആരംഭിക്കുന്നത്. ഇതിൻ്റെ ബൈലോ പ്രകാരം തന്നെ നമുക്ക് നോക്കാം. അതായത് ഈ ബൈലോ പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്: ടു കണ്ടക്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് consumer goods to selected primary cooperative society during festival seasons for the period fixed by the government, and also conducted festival markets during ഫെസ്റ്റിവൽ സീസൺ. അതായത് ഉത്സവകാലത്ത് ഉത്സവ ചന്തകൾ തുടങ്ങാനുള്ള പൂർണ്ണമായുള്ള അധികാരം ഈ കൺസ്യൂമർ ഫെഡിനുണ്ട്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിച്ചതല്ല ഈ ഉത്സവ ചന്ത. ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായും എടുത്ത് കാണിക്കാനുള്ളത്. സ്വാഭാവികമായും ഉത്സവകാലങ്ങളിൽ നമുക്കറിയാം, സാധനങ്ങൾക്കൊക്കെ വില കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇത് തടയാനാണ് പൊതുവെ ഈ ഉത്സവ ചന്തകളൊക്കെ നടത്താറുള്ളത്. ഇതിനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതിക നടപടികൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല. അതായത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, ഫെബ്രുവരി 16-നാണ് ഈ ചന്ത നടത്താൻ കൺസ്യൂമർ ഫെഡ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മാർച്ച് 9-ാം തീയതി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പത്രങ്ങളിലൊക്കെ പരസ്യവും കൊടുത്തു. ഈ 16-ാം തീയതിയോടെയാണ് ഈ പെരുമാറ്റച്ചട്ടം വരുന്നത്. അതായത് ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന മുമ്പേ തന്നെ ഈ ചന്ത തുടങ്ങാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഏറ്റവും എടുത്തു കാണിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇത്തരം നടപടികൾ കൊണ്ട് നമ്മുടെ ഈ 17 കോടി രൂപയോളം നഷ്ടമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഉണ്ടാവാൻ പോകുന്നത്. കാരണം സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു, അതൊക്കെ സംഭരിച്ചു കഴിഞ്ഞു. ഇനി അത് വിതരണത്തിനുള്ള നടപടി കടക്കാനിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടായത്. ഈ വിഷയമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ തീരുമാനമെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര ഗവൺമെൻറ് അല്ല എന്ന് പറയുന്നെങ്കിലും നമുക്ക് ഈ അടുത്ത കാലങ്ങളിലെ വാർത്ത കാവ്യ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനങ്ങളിലടക്കം മോദി സർക്കാർ ഇടപെടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പാർലമെൻറ്റ് ഈ ഇലക്ഷൻ കമ്മീഷണർ നിയമനത്തിൽ മാറ്റം വരുത്തിയിരുന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ നിയമനത്തിൻ്റെ പാനലിൽ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റി ക്യാബിനറ്റ് മന്ത്രിയെ നിയമിച്ച വാർത്ത നമ്മളിപ്പോൾ കണ്ടിരുന്നു. അതായത് 3-ൽ 2 പേരും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായിരിക്കും. പ്രധാനമന്ത്രിയും യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും തീരുമാനിക്കുന്ന ആളായിരിക്കും ഈ ഇലക്ഷൻ കമ്മീഷണർ ആവുക. ചുരുക്കി പറഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനം രാഷ്ട്രീയ നിയമനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ രാഷ്ട്രീയ നിയമനത്തിലൂടെ നിയമിതയായി വരുന്ന ആൾ സ്വാഭാവികമായും ആ രാഷ്ട്രീയ പാർട്ടിയോട് കൂടുതലുള്ള ആളായിരിക്കും. അങ്ങനെ ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോട് കൂറുള്ള ആളായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്ന് വേണം നമുക്ക് കാണാൻ. അതുപോലെ തന്നെ എടുത്തു കാണേണ്ടത് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തെന്നായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത്. ശരി, അത്തരത്തിലുള്ള നിലപാടുകൾ സംബന്ധിച്ച വലിയ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ചേതൻ. അപ്പോൾ പോലും
നേരത്തെ പറഞ്ഞതുപോലെ കോടതിക്ക് മുന്നിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തതാണ്. ഇതിൻ്റെ വിതരണത്തിനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ. അതിനായാണ് കൺസ്യൂമർ ഫെഡിൻ്റെ ഹർജി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നോക്കാം എന്താണ് കോടതിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന തീരുമാനം അല്ലെങ്കിൽ കോടതിയുടെ വിധി ഈ ഒരു വിഷയത്തിൽ നിന്ന്.